ഫ്രണ്ട്സ്, നാളെ നമ്മുടെ ഒരു കിയാം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വിരാമമാവ് വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം പേര് റാങ്കിന് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടും, ഏത് ബ്രാഞ്ചാണ് എനിക്ക് നല്ലത്, ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് എത്രയായിരുന്നു, ഈ വക ചോദ്യങ്ങൾ കാരണം ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? എന്നാൽ ഇനി ഒട്ടും ടെൻഷൻ വേണ്ട. എൻ്റെ റാങ്കിനെ നമ്മുടെ സ്വന്തം കീം കോളേജ് പ്രെഡിക്റ്റർ വെബ്സൈറ്റ് നിങ്ങളുടെ റാങ്കും കാറ്റഗറിയും വെച്ച് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള കോളേജുകൾ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് കണ്ടെത്തി തരും. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്യാം, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുത്തിട്ടുള്ള ലിങ്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. എല്ലാവർക്കും പുതുതായി ലിങ്കിൽ ക്ലിക്ക് ചെയ്തവർക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. അപ്പോൾ ആ ഇൻ്റർഫേസിന് നമ്മൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റാങ്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ റാങ്ക് കൊടുക്കുക. ഇപ്പം ഞാൻ 12,000 കൊടുക്കുകയാണ്. അതിനുശേഷം സ്റ്റേറ്റ് മെറിറ്റ് തന്നെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ മുസ്ലിം ഉണ്ട്, പിന്നെ യജവ് ഉണ്ട്, അങ്ങനെ ഏതാണോ EW ഉണ്ട്, പിന്നെ SC ST ഏത് കാറ്റഗറിയാണ് നിങ്ങളുള്ളത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിരിക്കുക. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് മെറിറ്റ് എടുക്കാം. അതിനുശേഷം നമുക്ക് ഏതാണോ ബ്രാഞ്ച് വേണ്ടത്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാണ്, ആ ബ്രാഞ്ച് ചൂസ് ചെയ്യാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അനലൈസ് ദ ഡാഷ്ബോർഡ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ താഴോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗവൺമെൻറ് എയ്ഡഡ്, പിന്നെ ഗവൺമെൻറ് കൺട്രോൾഡ്, പ്രൈവറ്റ് എന്ന് കാണാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഗവൺമെൻറ് കോളേജസിൻ്റെ ഓപ്ഷൻ, ഗവൺമെൻറ് കോളേജ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യുകയാണ്, ക്ലിക്ക് ചെയ്യുകയാണ്, ഗവൺമെൻറ് എന്നുള്ള ഓപ്ഷന്. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, 7 ടോട്ടൽ വാലിഡ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻ ഒന്നേ ഉള്ളൂ, പിന്നെ മോഡറേറ്റ് ആയിട്ടുള്ളത് ഇല്ല. പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ വളരെ സാധ്യത കുറവായിട്ടുള്ളത് ഒരു ബ്രാഞ്ച്. അപ്പോൾ നമുക്ക് നേരെ പ്രോബബിലിറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്ടിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രോബബിലിറ്റി കാണിക്കുന്നത് വെച്ചാൽ 93% കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇടുക്കിയിലാണെങ്കിൽ 6%, ട്രിവാൻഡ്രത്താണെങ്കിൽ 1%, ഇതൊക്കെ കിട്ടാൻ വളരെ സാധ്യത കുറവുള്ള ബ്രാഞ്ചസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ റാങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ബ്രാഞ്ച് ചൂസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏത് ഡിസ്ട്രിക്റ്റിലാണോ വേണ്ടത്, ഇപ്പോൾ നമുക്ക് ഏത് ജില്ലയിലാണ് വേണ്ടത്, ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് തൃശ്ശൂരിനെ ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ GC തൃശ്ശൂരിൽ നമുക്ക് എന്താണ് 1% കിട്ടാൻ സാധ്യത. ഇലക്ട്രോണിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 1%. അപ്പോൾ അവിടെ എത്രത്തോളം % കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് കാണിച്ചു തരും. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ്മെൻറ്റും കൂടി കാണാം. പ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഫീയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിയാൽ 8,250 രൂപയാണ് പെർ ഇയർ ഒന്നും, പിന്നെ ആവറേജ് പാക്കേജും അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെയും പിന്നെ പ്രൈവറ്റ് കോളേജസിൻ്റെ ആയാലും പിന്നെ എയ്ഡഡ് കോളേജസിൻ്റെ ആയാലും ഏത് കോളേജസിൻ്റെ ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ കാണാൻ പറ്റും. ഇനി അടുത്തെന്ന് വെച്ചാൽ ഓപ്ഷൻ ലിസ്റ്റ്. ഇതിനെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 കോളേജസിന് നമുക്ക് ഓപ്ഷൻ ലിസ്റ്റ്, ഇവിടെയുള്ള ഈ ആഡ് ടു ദ ഓപ്ഷൻ ലിസ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയോ, ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട് എന്ത് ചെയ്തു, നമ്മൾ ഓപ്ഷൻ ലിസ്റ്റിലോട്ട് വന്നു. അതിനുശേഷം നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു 10-15 കോളേജസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓപ്ഷൻ ലിസ്റ്റിലേക്ക് ഇട്ടുവെക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു തരാണ്. പിന്നെ എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ ലിസ്റ്റ് നമ്മൾ എടുക്കാം. എടുത്ത് നോക്കിയാൽ ഇവിടെ യുവർ പ്രിഫറൻസസ് എന്ന് കാണാം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്രത്തോളം ഇത് കിട്ടാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിന് 7 മാർക്ക് കൊടുക്കാം. പിന്നെ എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇതിന് നമുക്ക് 6 കൊടുക്കാം, ഇതിന് 6 കൊടുക്കാം നമുക്ക്. പിന്നെ എന്ന് വെച്ചാൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ പ്രിഫറൻസ് നമുക്ക് ചൂസ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇവിടെ സ്മാർട്ട് സോർട്ട് ഒപ്റ്റിമൈസ് എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കറക്റ്റായി ഇവിടെ നമുക്ക് എന്ത് ചെയ്ത് തരും, നമ്മളെ പ്രിഫറൻസിനനുസരിച്ച് നമുക്ക് ഇത് സോർട്ട് ചെയ്ത് തരും. അപ്പോൾ നമുക്കങ്ങനെ ഇതിന് വേണമെങ്കിൽ ഡൗൺ ക്ലിക്ക് ചെയ്യാം, പിന്നെ ഇതിന് മുകളിലോട്ടും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമ്മൾ ഓപ്ഷൻസ് എന്ത് ചെയ്യാം, ഇവിടെ സെലക്ട് ചെയ്ത് വെക്കാം. നമുക്ക് ഇതെന്ത് ചെയ്യും, നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് നമുക്ക് കീമിന് നമ്മളെ കോളേജസ് അലോട്ട്മെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്കിത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് മുകളിലോട്ട് അങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമ്മളെ കോളേജസ് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പ്രിൻറ്റും നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത് വേണ്ടവരങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതിനടുത്ത് നമ്മൾ ഓപ്ഷൻസ് ആയിട്ട് ഇരുന്ന ട്രെൻഡ്. അപ്പോൾ ട്രെൻഡ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് CETയിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം 2023 നോക്കുകയാണെങ്കിൽ 582 ക്ലോസിംഗ് റാങ്ക്. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ അത് എന്തായി 2025 506. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമ്മളെ കോളേജിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളേജിലെ കട്ട് ഓഫ്സ് കാണാൻ പറ്റും.
അത് മാത്രമല്ല പിന്നെ കാറ്റഗറി ഡെൽറ്റ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കിയോ, ഇവിടെ സ്റ്റേറ്റ് മെറിറ്റ് 506 ആണെങ്കിൽ എസ് ടിയിലേക്ക് എത്തുമ്പോൾ അത് 20,967 ആയി. അപ്പോൾ അത്രത്തോളം ഡിഫറൻസ് ആണ് എന്ത് വരിക, കാറ്റഗറിയിൽ വരിക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വെബ്സൈറ്റിലൂടെ അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക. എല്ലാ ഫ്യൂച്ചേഴ്സും നിങ്ങൾ എന്ത് ചെയ്യാം, സൗജന്യമായി വളരെ ലളിതമായി നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഒട്ടും വൈകണ്ട, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡ്രീം കോളേജ് ഏതെന്ന് ഇന്നേ കണ്ടെത്തൂ.